ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ തലയെടുപ്പ് എത്രത്തോളം ഉണ്ടെന്ന് തെളിയിക്കുന്ന മറ്റൊരു സംഭവം കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അറബ് ലോകം മുഴുവൻ കൈയൊഴിഞ്ഞപ്പോൾ ജീവൻ നിലനിർത്താൻ ഒടുവിൽ ഫലസ്തീന് ഇന്ത്യക്ക് മുന്നിൽ തന്നെ കൈനീട്ടേണ്ടി വന്നിരിക്കുന്നു. ഇസ്രയേലുമായിട്ടുള്ള യുദ്ധത്തിൽ തകർന്നടിഞ്ഞ ഗാസയിലെ ജനങ്ങളെ രക്ഷിക്കാൻ അടിയന്തരമായി വൈദ്യസഹായം നൽകണമെന്ന് ഫലസ്തീൻ എംബസി ഇന്ത്യയോട് അപേക്ഷിച്ചിരിക്കുകയാണ്. ഒരു വശത്ത് ഇസ്രയേലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായി ഇന്ത്യ നിലകൊള്ളുമ്പോഴാണ് മറുവശത്ത് ഇസ്രയേലിന്റെ ശത്രുക്കളായിട്ടുള്ള ഫലസ്തീന് സ്വന്തം ജീവൻ രക്ഷിക്കാൻ ഇന്ത്യയുടെ കാരുണ്യം വേണ്ടിവരുന്നത്. ഇതാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ വിദേശ നയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കഴിഞ്ഞ 986 ദിവസമായി തുടരുന്ന യുദ്ധത്തിൽ ഗാസയിലെ ആരോഗ്യ സേവനങ്ങൾ പൂർണ്ണമായും തകർച്ചയുടെ വക്കിലാണെന്ന് ഫലസ്തീൻ എംബസി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ആകെയുള്ള 36 ആശുപത്രികളിൽ 19 എണ്ണം മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കിടക്കുന്ന 12,000-ഓളം മൃതദേഹങ്ങൾ സൃഷ്ടിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും പകർച്ചവ്യാധികളും ഗാസയെ മറ്റൊരു ദുരന്തത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. സാനിറ്റേഷൻ സംവിധാനങ്ങൾ പോലുമില്ല. ഈ ഘട്ടത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആരോഗ്യ മൈത്രി പദ്ധതിയെ പുകഴ്ത്തിക്കൊണ്ട് ഫലസ്തീൻ എംബസി രംഗത്തെത്തിയത്. ഇന്ത്യക്കും ഇന്ത്യക്കാർക്കുമല്ലാതെ മറ്റാർക്കാണ് ഞങ്ങളെ സഹായിക്കാൻ കഴിയുക എന്ന ഫലസ്തീൻ എംബസിയുടെ ചോദ്യം ഇന്ത്യയുടെ ആഗോള സ്വാധീനത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഈ അപേക്ഷയ്ക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു വലിയ സത്യം കൂടിയുണ്ട്. കഴിഞ്ഞ 1000-ഓളം ദിവസങ്ങളായി സ്വന്തം സഹോദരങ്ങൾ എന്ന് പറഞ്ഞ് കൂടെ നിന്ന 50-ൽ പരം ഇസ്ലാമിക രാജ്യങ്ങൾ ഫലസ്തീനെ പൂർണ്ണമായും കൈയൊഴിഞ്ഞു എന്നതാണ് സത്യം. വലിയ വായിൽ ഇസ്ലാമിക സാഹോദര്യത്തെ പറ്റി സംസാരിക്കുന്ന അറബ് ലോകത്തെ സമ്പന്ന രാജ്യങ്ങൾക്കൊന്നും തന്നെ ഇന്ന് ഫലസ്തീനെ സഹായിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അവർ അതിന് തയ്യാറാകുന്നില്ല. ഒടുവിൽ ഗത്യന്തരമില്ലാതെയാണ് ഇസ്രയേലിന്റെ സഖ്യകക്ഷിയായിട്ടുള്ള ഒരു രാജ്യത്തിന് മുന്നിൽ, അല്ലെങ്കിൽ സഖ്യകക്ഷി എന്ന് പറയുന്നില്ല, സുഹൃത്തായിട്ടുള്ള ഒരു രാജ്യത്തിന് മുന്നിൽ ഫലസ്തീൻ സഹായം അഭ്യർത്ഥിക്കുന്നത്. ഇന്ത്യൻ സർക്കാരിന്റെ മുദ്രയുള്ള സഹായങ്ങൾ ഇസ്രയേൽ അതിർത്തികളിൽ തടയപ്പെടില്ല എന്ന യാഥാർത്ഥ്യവും ഈ നയതന്ത്ര നീക്കത്തിന് പിന്നിലുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിശ്വഗുരു എന്ന നിലയിലുള്ള തിളക്കമാണെന്ന അംഗീകാരമാണ്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്ത്യയെ വിശ്വഗുരു എന്ന് വിളിക്കുന്നത് തന്നെ. ലോകത്തിലെ നയിക്കാനുള്ള ആദർശ ശുദ്ധിയാണ് ഇന്ത്യയെ ആ പേരിന് അർഹമാക്കുന്നത്. ഒരേ സമയം ഇസ്രയേലുമായും പ്രതിരോധ ഇന്റലിജൻസ് ബന്ധങ്ങൾ ശക്തമായി നിലനിർത്താനും അതേസമയം ദുരിതം അനുഭവിക്കുന്ന ഫലസ്തീൻ ജനതയ്ക്ക് ജീവൻ രക്ഷാ മരുന്നുകൾ നൽകി അറബ് രാജ്യങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാനും ഇന്ത്യക്ക് കഴിയുന്നു. വരും നാളുകളിൽ യുദ്ധാനന്തര ഗാസയുടെ പുനർനിർമ്മാണത്തിൽ വലിയൊരു പങ്ക് വഹിക്കാൻ ഇന്ത്യക്ക് ഇതിലൂടെ സാധിക്കും. സങ്കീർണമായിട്ടുള്ള ലോകരാഷ്ട്രീയത്തിൽ ഇന്ത്യയെ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ ഇന്ന് ലോകത്തിന് ഒരു രാജ്യത്തിനും കഴിയില്ല എന്നതാണ് ഈ സംഭവങ്ങൾ വീണ്ടും വീണ്ടും തെളിയിക്കുന്നത്. ന്യൂസ് ഡെസ്ക്.